ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ അപമാനിച്ചെന്ന ആക്ഷേപത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഭക്തരെ പിടിച്ചു തള്ളിയ ദേവസ്വം വാച്ചർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോലീസ് സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ആളുകളെ വേഗത്തിൽ മാറ്റിയതാണെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപന്റെ പ്രതികരണവും ഇതിന് പിന്നാലെ വന്നിരിക്കുന്നു. പോലീസുകാരുടെ നിർദ്ദേശപ്രകാരമാണ് വേഗത്തിൽ ആളെ മാറ്റിയത്. ജീവനക്കാരുടെ ഇടപെടലിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് സന്നിധാനത്ത് നിന്ന് ചേരുന്നു. ഒപ്പം കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിലെ വിവരങ്ങൾ അറിയാൻ ശ്രീലക്ഷ്മിയും ചേരുന്നു. ആദ്യം ബിനോയിലേക്ക് എത്തുകയാണ്. ബിനോയ്, ആ ദൃശ്യങ്ങൾ കാണുന്നു. വളരെ ശക്തമായി ഭക്തരെ പിടിച്ച് തള്ളുകയാണ് സന്നിധാനത്ത് ദേവസ്വം വാച്ചർ. ഈ ദൃശ്യങ്ങൾ കൂടുതൽ പ്രചരിച്ചിട്ടുണ്ട്, ഇത് കൂടുതൽ വൈറലായിട്ടുണ്ട്, കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു, കൂടുതൽ ആക്ഷേപങ്ങൾ വരുന്നു. സോഷ്യൽ മീഡിയ അടക്കം ഇത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്തൊക്കെ വ്യക്തമാക്കുന്നുണ്ട്? ഫിജി, ഇത് മകരവിളക്ക് ദിവസം മകരവിളക്ക് തെളിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണിത്. സാധാരണ ഞാനതൊരു വ്യക്തത വരുത്തരാം. ശ്രീകോവിലിന് മുന്നിലായിട്ട് 4 വരികളിലാണ് തീർത്ഥാടകർക്ക് ദർശനത്തിന് വേണ്ടി ഉള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ വരി, അതായത് ശ്രീകോവിലിന്റെ ഏറ്റവും ഫ്രണ്ടിലായി കാണുന്ന ആദ്യത്തെ വരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നത്. തൊട്ടു പിന്നിലുള്ള 3 വരികൾ 2, 3, 4 ഈ 3 വരികളുടെയും നിയന്ത്രണം പോലീസിനാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായി ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു ഒന്നാമത്തെ ക്യൂ ഒഴിവാക്കി വിട്ടിരുന്നത്. അതേസമയം മകരവിളക്ക് ദിവസത്തെ ദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ തിരുവാഭരണ ദർശനത്തിന് സ്വാഭാവികമായും അതിഭയങ്കരമായ തിരക്കാണ് എല്ലാ ക്യൂകളിലും ഒരുപോലെ അനുഭവപ്പെടുന്നത്. ഈ സമയത്താണ് തീർത്ഥാടകർക്ക് നേരെ ഇത്തരത്തിൽ ഒരു വലിയ ബലപ്രയോഗം ഉണ്ടായെന്ന് വ്യക്തമാകുന്നത്. കാരണം സാധാരണഗതിയിൽ ബിനോയ്, ഇത് ആവശ്യമായ ഒരു ബലപ്രയോഗമാണോ എന്നുള്ളതാണ് സംശയം. അതിലേക്കാണ് കിടക്കുന്നത്. അതായത് ഇത്തരത്തിൽ തീർത്ഥാടകർ വരുമ്പോഴേക്കും ഇങ്ങനെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, തീർത്ഥാടകരുടെ ദേഹത്ത് പിടിക്കുകയോ തള്ളുകയോ അല്ലെങ്കിൽ തീർത്ഥാടകരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബലം പ്രയോഗിച്ച് തീർത്ഥാടകരെ മാറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികൾ, ഈ അരുണിന്റെ സംഘടനാ ഭാരവാഹികളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നത് തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായി ഉണ്ടായിരുന്നു. അതായത് തിരുവാഭരണ ദർശനം അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും സംക്രമ പൂജയിലേക്കും സംക്രമാഭിഷേകത്തിലേക്കും കടക്കുകയാണ്. അതിനിടയിൽ വേഗത്തിൽ തീർത്ഥാടകരെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ ആ മുഖഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസം, അതായത് തീർത്ഥാടകരെ തള്ളി മാറ്റുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുന്ന വ്യത്യാസം വളരെ രൗദ്ര സ്വഭാവത്തിലോടുകൂടിയാണ് തീർത്ഥാടകരെ ഇങ്ങനെ തള്ളി മാറ്റുന്നത് എന്നുള്ളത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഇതോടൊപ്പം പ്രേക്ഷകർക്കും